വേലൂർ തയ്യൂരിൽ റോഡ് പണിയുടെ ഭാഗമായി നിർമ്മിച്ച നീർച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നു. നിർമ്മാണം കഴിഞ്ഞ് ആദ്യ മഴയിൽ തന്നെ ഭിത്തി തകർന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാരോപിച്ച് പഞ്ചായത്ത് മെമ്പർ അൻസാർ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. റീടാറിംഗ് നടത്തിയ വേലൂർ റോഡിന്റെ പല ഭാഗങ്ങളിലും അപാകതയുണ്ടെന്ന പരാതി നിലനിൽക്കെയാണ് റോഡരികിലെ നീർച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നു വീണത്. പൊതുമരാമത്ത് റോഡ് വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും പുനർനിർമ്മിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പർ അൻസാർ പറയുന്നു. നിർമ്മാണ പ്രവൃത്തിയിൽ ബാക്കി വന്ന കല്ലുകൾ കൂട്ടിയിട്ടതാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്നാൽ അപാകതകൾ മറച്ചുവെച്ച് കരാറുകാരനെ സംരക്ഷിക്കുന്നതിനാണ് നിർമ്മാണ പ്രവൃത്തിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും അൻസാർ ആരോപിച്ചു. ഇവിടെ ഇന്നലെ ഒരു മഴയത്ത് ഈ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്. കല്ലും മറ്റു സാധനങ്ങളും ഈ കാനയിലേക്ക് വീണിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ സഹിതം വിത്ത് പരാതിയായിട്ട് ഇന്നലെ എയിനെ പോയി കാണുകയും എയിനല്ല ഓവർസിയറെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ ഈ കല്ല് ഇതിന്റെ പണിയോടനുബന്ധിച്ച് ബാലൻസ് വന്നിട്ടുള്ള കല്ലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു ടേണിംഗ് ആണ്. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ വലിയ ഭാരപ്പെട്ട വാഹനങ്ങൾ പോകും, സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യും. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയൊരു ഭീഷണി തന്നെയാണ് ഈ ഒരു സൈഡ് കെട്ടല്. കയ്യൂർ സ്കൂളിന് സമീപം അപകടകരമായ വളവുള്ള പ്രദേശത്താണ് വെള്ളച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നത്. ഇത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പറും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അജിത് ആനക്കാക്കിൽ, രഞ്ജിത്ത്, ഷഫീർ, സനൽകുമാർ, നവനീത്, ജിൽഷാദ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. TCV എരുമപ്പെട്ടി.